അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ ദൗത്യത്തിൽ പൂർത്തിയായിരിക്കുന്നു. ആനയെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഇനി ഏകദേശം ഒരു മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം അഭയാരണ്യത്തിലേക്ക് അവനെ എത്തിക്കും. വേണ്ട ചികിത്സകൾ കൃത്യമായി നൽകാൻ കഴിയും. എന്തായാലും വനവകുപ്പിന് തീർച്ചയായും കൈയടിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. പൂർണ്ണമായും രോഗം മാറുക, മുറിവ് ഉണങ്ങുക, ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടമാണ്. അതിനുകൂടി വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. ഏതായാലും ആദ്യ ഘട്ടങ്ങളൊക്കെ വിജയകരമായി തന്നെ പൂർത്തിയായിട്ടുണ്ട്. എലിഫന്റ് ആംബുലൻസിലേക്ക് കുങ്കിയാനകളുടെ സഹായത്തോടെ ഇപ്പോൾ ഈ മുറിവേറ്റ ആനയെ കയറ്റിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ മുറിവ് വൃത്തിയാക്കി മരുന്ന് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ഇനി അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോവുക. നേരത്തെ അരുൺ ശങ്കർ പറഞ്ഞതുപോലെ 45 മിനിറ്റ് ഓളം യാത്ര അങ്ങോട്ടേക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ബാക്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? വാഹനം ഉടൻ പുറപ്പെടുമോ? അതെ, ഇപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഈ പരിക്കേറ്റ ആനയെ, മയക്കുവെടിയേറ്റ ആനയെ എയർ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്യാവശ്യം ലോക്കുകളൊക്കെയാണ് ഇടുന്നത്. കാരണം ഇത് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ലോക്കുകളൊക്കെ ഇട്ട് അത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഏത് നിമിഷവും ഈ ആനയും കൊണ്ടുള്ള എലിഫന്റ് ആംബുലൻസ് ഇവിടെ നിന്ന് നീങ്ങാം. നമ്മൾ കാണുന്ന ആ ഭാഗത്തേക്കാണ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഈ ആനയും കൊണ്ട് പോവുക. ഇതുവഴി കാലടി പ്ലാന്റേഷനിലൂടെ നേരെ മലയാറ്റൂരിലേക്ക് പോകും. അവിടെ നിന്ന് കോടനാടേക്ക് എത്തിക്കും. ഒരുപക്ഷെ വളരെ പതുക്കെയായിരിക്കും ഈ ആനയും കൊണ്ട് പോവുക. അപ്പോൾ കുറച്ചുകൂടി സമയം, 1 മണിക്കൂറിലധികം സമയം എടുക്കാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ചു. അത് സുരക്ഷിതമായിട്ട് എലിഫന്റ് ആംബുലൻസിലേക്ക് മാറ്റി. കഴിഞ്ഞ 1 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു ആശങ്കയിലായിരുന്നു. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് ഈ ആന വീണ് പോയിരുന്നു. ഈ ആന എഴുന്നേൽക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ക്രെയിൻ ഉൾപ്പെടെയുള്ളവ വനംവകുപ്പ് ഇവിടെ എത്തിച്ചിരുന്നു. പക്ഷേ ആനയെ ഈ മയക്കുവെടിയേറ്റ് വീണ ആനയെ പരിശോധിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തുടർന്ന് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആന സ്വയം എഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഈ ആനയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് ഒരുപക്ഷെ വിരാമമാകും എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പോൾ ഇങ്ങനെ വീണ ഒരു ആന സ്വയം എഴുന്നേൽക്കുക എന്നുള്ളത് അത് ആരോഗ്യമുള്ള ഒരു ആനയ്ക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ആ ആനയെയാണ് ഇപ്പോൾ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഈ എലിഫന്റ് ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി ഏത് നിമിഷവും ഈ ആനയും കൊണ്ടുള്ള എലിഫന്റ് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. വനംവകുപ്പിനെ സംബന്ധിച്ച് അഭിനന്ദനാർഹമായ ഒരു കൃത്യമാണ് അവർ നിർവഹിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് വാദങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കാട്ടിലെ ആനയാണ്, കാട്ടിൻ്റെ നീതിക്ക് വിട്ടുകൊടുക്കുക, ഇങ്ങനെ പരിക്കേറ്റൊരു ആനയെ കാട്ടിൻ്റെ നീതിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു വാദം പ്രബലമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മറുവാദം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെയാണ് എല്ലാ മൃഗങ്ങളും. അപ്പോൾ പരിക്കേറ്റൊരു മൃഗത്തിന് ചികിത്സ നൽകുക എന്നത് ഒരു മനുഷ്യപരമായ സഹായം വേണ്ടതുകൊണ്ടുകൂടിയായിരിക്കും വനത്തിൽ നിന്നും മാറി അത് ജനവാസ മേഖലയോട് അടുത്ത് തന്നെ നിലയുറപ്പിച്ചതിനും കാരണമെന്ന് തോന്നുന്നു. ഒരു സഹായം അതിന് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. ആ മേഖലയിൽ ഒരുപാട് ആനകൾ മനുഷ്യരുമായി ഇടപഴകുകയും മനുഷ്യരെ നിരന്തരം കാണുകയൊക്കെ ചെയ്യുന്ന ആനകളാണ് അവിടെ ഉള്ളത്.